നമസ്കാരം. ഒരു കലാകാരൻ്റെ സൃഷ്ടിയുടെ മൂല്യം എത്രയാണ് അത് നിർണ്ണയിക്കുക എന്നത് അത്ര എളുപ്പമല്ല. ഇന്ത്യയിൽ ഒരു ചിത്രം ഏറ്റവും ഉയർന്ന വിലയിൽ ലേലത്തിൽ പോയത് കഴിഞ്ഞ വർഷം ആയിരുന്നു. MF ഹുസൈൻ്റെ ഗ്രാമയാത്ര എന്ന ചിത്രം 118 കോടി രൂപയ്ക്കാണ് അന്ന് വിറ്റുപോയത്. കിരൺ നാടാറായിരുന്നു ആ ചിത്രം സ്വന്തമാക്കിയത്. എന്നാൽ 118 കോടി എന്ന റെക്കോർഡ് ഇപ്പോൾ പഴങ്കതിയായിരിക്കുകയാണ്. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ അപൂർവമായ ഒരു ചിത്രമാണ് ആ റെക്കോർഡ് തകർത്തത്. യശോദയും കൃഷ്ണനും എന്ന ചിത്രം 167.2 കോടി രൂപയ്ക്കാണ് വിറ്റുപോയത്. സറം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ സൈറസ് പൂനെവാലയാണ് ഈ വിശ്വപ്രസിദ്ധമായ ചിത്രം സ്വന്തമാക്കിയത്. 1901 രാജാ രവിവർമ്മ ക്യാൻവാസിൽ പകർത്തിയ ഓയിൽ പെയിന്റിംഗാണ് യശോദയും കൃഷ്ണനും. യശോദയും കുഞ്ഞു കൃഷ്ണനും തമ്മിലുള്ള വാത്സല്യ നിർഭരമായ ബന്ധത്തെ അതിമനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന ചിത്രം ഇന്ത്യൻ ചിത്രകലയിലെ തന്നെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായിരുന്നു രവിവർമ്മ. കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ ചുവരുകൾ 3-ാം വയസ്സ് മുതൽ ചിത്രങ്ങൾ കൊണ്ട് നിറച്ച രവിവർമ്മയുടെ ചിത്രങ്ങൾക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ആവശ്യക്കാർ ഏറെയാണ്. നമ്മുടെ കലാകാരന്മാർക്ക്, ചിത്രകാരന്മാർക്ക് ഇന്നും വലിയ ആത്മവിശ്വാസവും പ്രചോദനവുമാണ്